എടി ഞാൻ പോവാണ്. ലഞ്ച് ബ്രേക്കിന് മുന്നേ കാണാവേ. നിനക്ക് ഞാൻ ഒരു സർപ്രൈസ് തരുന്നുണ്ട്. സർപ്രൈസോ? സാർ, ആദി സാർ, യെസ്. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. എന്നോടോ? എന്താ അത്? ഓഫീസ് ടൈം ആയത് നീ കണ്ടില്ലേ? എന്നാ ഞാൻ പോകുക സാർ. നിനക്ക് നീ ചോദിക്കാൻ വന്നത് ചോദിച്ചിട്ട് പോയാൽ മതി. അത് ഞാൻ പിന്നെ ചോദിച്ചോളാം. എനിക്കൊന്നും പിന്നത്തേക്ക് മാറ്റി വെക്കുന്നത് ഇഷ്ടമല്ല. ഇപ്പോൾ ചോദിക്കൂ. റാം, നീ അവളെ വിട്. ഇവളെ വന്നോളും, നീ പൊയ്ക്കോ. ഇനി പറയൂ. വേറൊന്നുമല്ല. സാറിന് എങ്ങനെ എന്റെ അഡ്രസ് അറിയാവുന്നത്? ഇവിടെ ജോലി ചെയ്യുന്ന സ്റ്റാഫ് എന്ന നിലയിൽ എനിക്കറിയാം. ഓ, ഗുഡ് മോർണിംഗ്. ഹലോ, എൻഗേജ്മെന്റ് ഉറപ്പിച്ചെന്ന് കരുതി? ഇത് ഓഫീസാണ്. ഓഫീസിൽ പാലിക്കേണ്ടതായ കുറച്ച് മര്യാദകളൊക്കെ ഉണ്ട്. പെർമിഷൻ ചോദിച്ചിട്ട് അകത്തേക്ക് കയറും. സോറി സാർ. ഹേ, ഞാൻ വെറുതെ പറഞ്ഞതാ. ഓ, അപ്പൊ പിന്നെയും പറ്റിക്കുവാണല്ലേ? ഹേ, നോ 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 നോ, സോറി സോറി സോറി. ഞാൻ പോകുക. നല്ല ഹാപ്പി ആയിട്ട് വന്നതായിരുന്നു. അയ്യോ, സോറി സോറി. ഇതേ നോക്കിക്കേ, ട്രാൻസ്ഫർ ലെറ്റർ. താങ്ക്സ്. നിന്നെ എനിക്ക് അങ്ങോട്ട് മാറ്റാൻ ഇഷ്ടമുണ്ടായിട്ടല്ല, നിനക്ക് അങ്ങോട്ട് പോണെന്ന് പറഞ്ഞത് കൊണ്ട് മാറ്റി തന്നതാ. നന്ദുവിന് മറ്റാരെക്കാൾ കൂടുതൽ എന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോയേ പറ്റൂ. അപ്പൊ നിന്റെ നന്ദുവിനെയാണല്ലേ നിനക്ക് കൂടുതൽ ഇഷ്ടം? സത്യം പറഞ്ഞ അതെ, അവൾ എന്റെ എല്ലാം ആണ്. അപ്പൊ ഞാനോ? പോവാണേ. അത് റാമിനെ കാണിച്ചിട്ട് ജോയിൻ ചെയ്തോ? ഓക്കെ, താങ്ക് യു സോ മച്ച്. Come in. എന്നെ വിളിച്ച നിന്റെ ഉദ്ദേശം എന്താടി? നീ എന്തിനാ ശരിക്കും കമ്പനിയിൽ ജോയിൻ ചെയ്തത്? നിനക്ക് എന്നെ ഉപദ്രവിച്ച് മതിയായില്ലേ? ഇപ്പൊ നീ എന്തിനാ വന്നേ? എന്റെ ചേട്ടനെ നിന്റെ വലയിൽ വീഴ്ത്താനോ? ആരും അറിയാതെ നിന്നെ കൊന്ന് കുഴിച്ചു മൂടാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല. ഒരു നാൾ നിന്നെ ഞാൻ എന്റെ ജീവനെ തന്നെ സ്നേഹിച്ചു പോയത് കൊണ്ടാ. എന്റെ ഈ കണ്ണ്, ഇത്രയൊക്കെ നീ എന്നോട് ചെയ്തിട്ട് എന്റെ കണ്ണുകൾ മാത്രം എനിക്ക്. ഇനി നിന്നെ ഞാൻ എന്റെ ചേട്ടന്റെ കൂടെ എങ്ങാനും കണ്ടാൽ എന്റെ ലൈഫിൽ നടന്ന പോലെ ഒന്നും അവന്റെ ലൈഫിൽ നടത്താൻ ഞാൻ സമ്മതിക്കില്ല. കൊന്നു കളയും നിന്നെ ഞാൻ. ഞാൻ അവരുടെ ലൈഫ് നശിപ്പിക്കാൻ വന്നതല്ല. എന്റെ കമ്പനിയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇവളോ? എനിക്ക് ആരും അറിയാത്ത മറ്റൊരു മുഖമുണ്ട് ഇവൾക്ക്. ഒരാളെ കൊല്ലം മടിയില്ലാത്ത വർഗമായത്. ഒന്ന് നിർത്തുന്നുണ്ടോ? നോക്കിക്കോ, സാർ എന്തെങ്കിലും എല്ലാം തിരിച്ചറിയും. അപ്പൊ നന്ദുവിനോട് ചെയ്തതെല്ലാം ഓർത്ത് സാറ് പശ്ചാത്തപിക്കും. വാ നന്ദു. പശ്ചാത്തപിക്കാണോ? എന്റെ ഇന്ദു കുഞ്ഞ്, നീ ഇങ്ങനെ കരയാതെ. സത്യം പറ, എപ്പോഴും ഇങ്ങനെയാണോ? എന്നോട് നീ പറയാത്തതല്ലേ? അയ്യോ അല്ല, ഇത് ഫസ്റ്റ് ടൈം അല്ല, തേർഡ് ടൈം. കരച്ചിൽ നിർത്തിന്തോ? ആണ്ടെ, അയ്യോ, അവന്റെ 5 വിരലും കഴുത്തില്. നിനക്ക് വേദനിക്കുന്നില്ലേ? എന്റെ പൊന്നു കുഞ്ഞ്, ഇതൊക്കെ എനിക്ക് സഹിക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾ ഇവിടെ എന്തെടുക്കുവോ? ഇന്ദു എന്തിനാ കരയുന്നേ? ഒന്നുമല്ല സാർ, ഞങ്ങള് പോകുക. സാറ് സ്മോക്ക് ചെയ്തോ? വേണ്ട, നിങ്ങൾ ഇവിടെ ഇരുന്നോ, ഞാൻ പിന്നെ വന്നോളാം. ഞാൻ ഐസ് എടുത്തിട്ട് വരാം.
അയ്യോ വേണ്ടെന്നേ, ഇന്ന് നിന്റെ ഈ മൂഡ് മാറ്റാൻ നമുക്ക് നൈറ്റ് പബ്ബിൽ പോയാലോ? നീ നിന്റെ സൂര്യ സാറിന്റെ കൂടെ വിളിച്ചോ. ഞാനിനി നിന്റെ അടുത്ത് നിന്ന് മാറില്ല, എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാകും. എടാ നീ എവിടെ പോവാ? വെറുതെ വെളിയിലേക്ക് ഇറങ്ങിയതാ. എന്നാ വാ പബ്ബിൽ പോകാം. ആ ഓക്കെ. നിന്റെ ഭാവി വരെ ആദ്യ സാറും ഉണ്ടല്ലോ. ആ അത് പറ. ഫ്യൂച്ചർ വൈഫിനെ കാണാതിരിക്കാൻ വയ്യല്ലേ? ഡ്രിങ്ക്സ് വേണ്ടേ? ഇല്ല, ഞാൻ കഴിക്കില്ല. ഇയാളോ? ഇവിടെ കഴിക്കും. സാറിന്റെ പോലും തറപ്പിക്കാൻ പറ്റില്ല. പട്ടി മിണ്ടാണ്ടിരിക്കടി. ഇവരുടെ ചുമ്മാ പറയുന്നതാ. ഞങ്ങളിരിക്കുന്നത് കൊണ്ട് മടിയൊന്നും വിചാരിക്കണ്ട. ചിലപ്പോഴൊക്കെ ഉള്ളിലെ വിഷമം മറയ്ക്കാൻ ഇത് നല്ലതാ. Cheers. വാ നമുക്ക് ഡാൻസ് കളിക്കാം. ഓഫായോ? നന്ദു, നമുക്ക് പോകണ്ടേ? ഉറങ്ങിയോ നന്ദു നീ? എന്നാ വാ നമുക്ക് പോകാം. വീടരുത്, ഞാൻ പിടിച്ചോളാം. നിങ്ങൾ എങ്ങനെയാ വന്നത്? സ്കൂട്ടിക്ക്. ഇതിനെങ്ങനെയാ പുറകെ വെച്ചോണ്ട് പോകുന്നത്? അത് നേരാണല്ലോ. ഒരു കാര്യം ചെയ്യാം, രാത്രിയായില്ലേ, ചേട്ടൻ ഇന്ദുവിന്റെ കൂടെ സ്കൂട്ടിക്ക് പൊയ്ക്കോ. എന്തോന്നും ഒറ്റയ്ക്ക് വിടണ്ട, ഞാൻ കാറിൽ ശ്രീനന്ദനെ കൊണ്ടുവന്നോളാം. എന്നാ അങ്ങനെ ചെയ്യാം. വാ, അത്രയും നേരം കൂടെ നിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാലോ. എന്നാലും നന്ദു, ഞാനും ആദ്യ സാറിന്റെ കൂടെ പോകാം. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കോ? ആദ്യം നിന്റെ നന്ദുവിനൊന്നും ചെയ്യില്ല, അവൻ ഡീസന്റാ. എന്നാ ഞങ്ങൾ പോകുവാണേ. നന്ദ നന്ദ, എനിക്ക് വോമിറ്റ് ചെയ്യാൻ വരുന്നു. കഴിഞ്ഞോ? ഇതാ വെള്ളം, വാ കഴുകു. എനിക്ക് ചൂടെടുക്കുന്നു സാർ. AC ഓണാണ്. സാറ് കാറ് നിർത്ത്. സ്റ്റോപ്പ്. എന്താ ഇതെങ്ങോട്ട് ഇറങ്ങി പോകുന്നേ? എനിക്ക് അതിനകത്തിരുന്നിട്ട് ശ്വാസം മുട്ട് വരുന്നു. സാറ് വാ, അവിടെ ഇരിക്കും. അയ്യോ മാറിയിരിക്കും. സാറിന്റെ അനിയനെങ്ങനെ സാറിന്റെ എൻ്റെ കൂടെ കണ്ടുണ്ടല്ലോ, പിന്നെ കൊല്ലൂന്നാ പറഞ്ഞേക്കുന്ന. എന്തിന്? ഞാൻ എല്ലാവരുടെ ലൈഫ് നശിപ്പിക്കും അത്ര. ഒന്നാലോചിച്ചു ശരിയാ, എന്നെ ഇഷ്ടപ്പെടുന്നോണ്ട് എല്ലാ ലൈഫും ഞാൻ പറഞ്ഞ് നശിക്കാം. റാമിന്റെ
എൻ്റെ ബാലയുടെ എൻ്റെ ഇന്ദുണ്ട്. എന്തുകൊണ്ട് ലൈഫ് എങ്ങനെ? ഞാൻ അവളുടെ ലൈഫിലേക്ക് വരണേന്ന് കണ്ടാൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് വേണ്ടിയിരുന്ന് കരഞ്ഞു അവള്. ഞാൻ കാരണം ആരും ഹാപ്പി ആയിട്ടില്ല. എന്നെ എന്തിനാന്ന് അയാളെ രക്ഷിച്ചത്? അങ്ങനെയല്ല നന്ദ, നിന്റെ പ്രസൻസ് ആണ് എല്ലാവരും ഹാപ്പിയാക്കുന്നത്. നിന്റെ ജീവിതം അവസാനിപ്പിച്ചാൽ ഒരിക്കലും ആരും ഹാപ്പിയാകില്ല. ഇതുവരായിട്ട് അവരെന്താ വരാത്തത്? വിളിച്ചു നോക്കിക്കേ. ഇങ്ങനെ ടെൻഷൻ ആകാതെ, അവര് വരും. ഇതാ വന്നു. എന്നോട് ഇത്രയും താമസിച്ച്? അത് കുറച്ച് കാറ്റ് കൊള്ളാൻ ഇറങ്ങി. നന്ദയുടെ റൂം ഏതാ? ഇങ്ങനെ കൊണ്ടുപോയാ വീട്ടിൽ പ്രശ്നമാകും. നിന്നെന്ത് ചെയ്യാനോ? അത് കണ്ടോ? അത് നന്ദുന്റെ റൂമാ. അതകത്തോടെ ലോക്ക് ചെയ്തേക്കുക. ഞാൻ ഓപ്പൺ ചെയ്യാം, അതുവഴി കയറിയാ മതി. അതിന്റെ തൊട്ടടുത്താണോ നിന്റെ റൂം? ആ അതെ. എന്താ? രാത്രിയിൽ എങ്ങാനും വരാൻ തോന്നിയാ വരാൻ. ചീ. ടാറ്റാ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഹലോ, എനിക്കുന്നല്ലേ? ഓഫീസിൽ പോകണ്ടേ നമുക്ക്? ട്രാവലിംഗ് ആയോ? ഇന്നലെ ഞാൻ കുറച്ചോരായിരുന്നല്ലേ? കുറച്ചല്ല, നിനക്ക് കുടിച്ചിട്ട് ബോധം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ആദ്യ സാറാണ് നിന്നെ ഇവിടെ എടുത്തോണ്ട് വന്ന് കിടത്തിയത്. എന്താന്ന്? സാറാണ് നിന്നെ ഇവിടെ കൊണ്ടാക്കിയത്. അതെന്നാ, നീ അപ്പൊ എവിടെ പോയി? പിന്നെ ബോധമില്ലാത്ത നിന്നെ സ്കൂട്ടിയുടെ പുറകെ വെച്ചോണ്ട് വരുമല്ലേ ഞാൻ. അയ്യേ, ഇനി ഞാൻ എങ്ങനെ സാറിന്റെ മുഖത്ത് നോക്കും? വേറെ കുറെ ടാക്സി ഒക്കെ വിളിക്കായിരുന്നു. അത് പിന്നെ സൂര്യ സാറുമായി സംസാരിച്ച് പോരാല്ലോ എന്ന് ഓർത്തപ്പോ നീ എന്നെ മറന്നു. അയ്യോ, നിന്നെ ഞാൻ മറക്കൂ? കണ്ണാത്ത നാണക്കേടായിപ്പോയി. എന്നാലും നടന്നതൊക്കെ ഒന്ന് പറഞ്ഞു അത് ഇനി എന്തെങ്കിലും ഓർമ്മ വേണ്ടേ? ശരിയാ, അമ്മാതിരി കുടിയല്ലേ കുടിച്ച. ആരും മെസ്സേജ് അയച്ചേ? ശ്രീ, എന്താ അയച്ചേ? നാളെ വൈകുന്നേരം ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. പറ്റുമെന്ന് പറയേ. എനിക്കൊന്നും വയ്യ. ഞാൻ ശ്രീയെ കാണാൻ പോയാൽ എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞു പോകും. അത് അവൾക്ക് വിഷമാകും. നീ വാ തുറക്കണ്ട. ശ്രീക്ക് പറയാനുള്ളതൊക്കെ നീ കേട്ടാ മതി. നാളെ വൈകുന്നേരം ഞാൻ കൊണ്ടാക്കാം നിന്നെ. ഞാൻ പോണില്ല. നീ ഒന്നും പറയണ്ട. നീ പോകുന്നു, കാണുന്നു. എക്സ്ക്യൂസ് മീ, ഞാൻ ഇവിടെ വന്നിരുന്നോട്ടെ? എനിക്ക് സീറ്റ് ഉണ്ടല്ലോ. വീട്ടിൽ ഇവിടെ വന്നിരിക്കുന്നു. ഇരുന്നോ. അത് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സീറ്റല്ല. ആർക്ക് വേണമെങ്കിലും ഇരിക്കാം. എന്താണാവോ ഈ സാധനത്തിൻ്റെ ഉദ്ദേശം? വെറുതെ നിനക്കുള്ള ലാസ്റ്റ് വാണിംഗ് അല്ലേ? ഇനി എന്തെങ്കിലും ചെയ്താൽ മോളെ കോളേജിൽ നിന്ന് പോകേണ്ടി വരില്ലേ? അപ്പോൾ വഴക്കുണ്ടാക്കാൻ വന്നതാണെന്ന് സാരം. എൻ്റെ ഉദ്ദേശം നടക്കില്ല മോളെ. ഇനി എൻ്റെ ഭാഗത്തു നിന്നും ഒരു വീഴ്ചയും ഉണ്ടാകില്ല. നമുക്ക് കാണാം. ആ കാണാമെന്ന് പറഞ്ഞതിൽ എന്തോ ഒരു തില്ലേ. ആ സാധനത്തിന് അസൂയാണ് മോളെ. നിന്നെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. എന്നാലല്ലേ അവൾക്ക് ഫസ്റ്റ് അടിക്കാൻ പറ്റും. അതിപ്പോൾ ഫസ്റ്റ് അല്ലെങ്കിൽ കൂടെയും അവളോടല്ലേ എല്ലാം ടീച്ചേഴ്സിനും ഇഷ്ടം. ഞാൻ വാഷ്റൂമിൽ പോയിട്ട് വരാം. ആരെങ്കിലും ഓടി വരണേ. നിനക്കും തടി വൈകി. വാഷ്റൂമിൽ അടി നടക്കുവാണ്. അടിയോ? സാർ,
താരയും വൈകിയും തമ്മിൽ ഫൈറ്റ്. വാട്ട്? അയ്യോ താര, നീ അവളെ തല്ലിയോ? ഇല്ല താര? സാർ. ഓ ഷിറ്റ്, നിന്നെ ഞാൻ എന്താ ചെയ്യണ്ട? പ്രിൻസിപ്പളുടെ റൂമിലേക്ക് വാ നീ. എന്തുവാ താര നീ കാണിച്ചു വച്ചേക്കുന്നത്? ഇത് ഞാൻ ചെയ്തതല്ല. അതെ മാം, ഞാൻ വാഷ്റൂമിൽ നിൽക്കുമായിരുന്നു. അപ്പോഴാ താര വെറുതെ വന്ന് എന്നെ തല്ലിയത്. ടീസി തന്ന് വിടാം, അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാ? സാർ, ഞാനല്ല. സാറെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കും. ഇവളെ തന്നെ കൈ കൊണ്ടുപോയി ഇടിപ്പിച്ചതാ. സാർ, ഞാൻ എന്തിനാ സാർ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? പണ്ട് തൊട്ടേ താരക്ക് എന്നെ കണ്ടുകൂടാ. എപ്പോഴും ഇങ്ങനെയാ. സാർ ഇവിടെ വരുന്നതിന് മുന്നേ ഇതുപോലെ തന്നെ താര എന്റെ കൈ ഒടിച്ചതാ. ആണോ മാം? ഇടയ്ക്കിടയ്ക്ക് ഇവർ തമ്മിൽ ഈ പ്രശ്നം ഉള്ളതായിരുന്നു. എല്ലാം നിർത്തിയെന്നാ വിചാരിച്ചത്. അത് നേരത്തെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഇത് ഞാനല്ല ചെയ്തത്. നീ നിരപരാധിയാണ് എന്ന് തെളിയിക്കാൻ നിന്റെ കയ്യിൽ പ്രൂഫ് ഉണ്ടോ? അല്ല, പക്ഷെ ഞാനല്ല ചെയ്തത്. മാം? സൂര്യേട്ടാ, നോക്ക് സൂര്യ, താര ഈ കൊച്ചിന്റെ കൈ തല്ലി ഒടിച്ചിരിക്കുക. സോറി മാം, ഹോസ്പിറ്റൽ ചെലവ് ഞങ്ങൾ നോക്കിക്കോളാം. ഒരാഴ്ചത്തേക്ക് താരയെ സസ്പെൻഡ് ചെയ്യുക സൂര്യ. ഡിസ്മിസിൽ കൊടുക്കുമെന്നോർത്തപ്പോൾ വാ പോകാം. കുഞ്ഞി എന്തിയമ്മ? റൂമില, കഴിക്കാൻ ഇപ്പൊ വേണ്ടെന്ന്. അത് ശരി, സസ്പെൻഷനൊക്കെ കിട്ടിയിട്ട് അകത്ത് കയറി ഇരിക്കുവാ കുഞ്ഞി? ഏട്ടോ, ഞാനല്ല അവളെ അടിച്ചത്. അത് പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നില്ല. എന്തൊക്കെയാന്ന് പറഞ്ഞാലും നീ ഞങ്ങളുടെ അഭിമാനം കാത്തു. എനിക്കും അധികം കിട്ടിയ സസ്പെൻഷന് കണക്കില്ല കുട്ടി. നീ വാ, നമുക്ക് കഴിക്കാം. എനിക്ക് വേണ്ട, എന്നെ ആരും വിശ്വസിച്ചില്ല. നിന്നെ ഞങ്ങൾക്ക് വിശ്വാസമാണെടി കുഞ്ഞി. ഇനിയിപ്പോ 1 വീക്ക് വീട്ടിലിരിക്കാണ്ട് കമ്പനിയിലേക്കൊക്കെ വാ. ശരിയാ, വീട്ടിൽ ഇനിയിപ്പോ വെറുതെ ഇരിക്കണ്ട. എന്നാലും സാറ് വിശ്വസിച്ചില്ലല്ലോ. വിളിച്ചു നോക്കിയാലോ? ഹലോ, ഇത് ഞാനാ. ഞാനോ? ഏത് ഞാൻ? താര. ഇന്നുണ്ടായില്ലേ, അത് അവളാ. അവൾ തന്നെ കൊണ്ടുപോയി കൈ ഇടിപ്പിച്ചതാ. എനിക്ക് ഡിസ്മിസൽ തരുമെന്ന് വിചാരിച്ച അവൾ അങ്ങനെ ചെയ്തേ. ശരി, പ്രൂഫ് ഉണ്ടോ നിന്റെ കയ്യിൽ? എന്റെ അമ്മയും പപ്പയും ചേട്ടന്മാരും ഒക്കെ വിശ്വസിച്ചല്ലോ ഞാനല്ല ചെയ്തതെന്ന്. ഞാൻ നിന്റെ ചേട്ടനോ അമ്മയോ പപ്പയോ വല്ലോ ആണോ നീ പറയുന്നതൊക്കെ വിശ്വസിക്കാൻ? അല്ല. എനിക്കറിയാം താര, നീ ഒന്നും ചെയ്തിട്ടില്ലെന്ന്. അന്ന് നീ എൻ്റെ മുന്നിൽ നിന്ന് കരഞ്ഞ അതേ നിഷ്കളങ്കത മതി എനിക്ക് നിന്നെ വിശ്വസിക്കാൻ. അമ്മ, അവളെ എണീറ്റോ? ഇല്ലടാ, നിങ്ങൾ പോയിക്കോ. കുഞ്ഞിയെ പറഞ്ഞു വിട്ടേക്കാൻ ഞാൻ. ആ. താരയില്ലാത്തോണ്ട് ഒരു സുഖമില്ല. സത്യം, ആ പന്ന പട്ടിയുടെ കൈ ഒടിഞ്ഞ കാരണം അവളും ഇല്ലാത്തത് കൊണ്ട് ഒരു സമാധാനമുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗോ? നേരെ എന്നായെന്നോർത്തോണ്ടാ? കുറച്ച് ലേറ്റായി, ക്ഷമിച്ചു കളയണ്ടേ. ബൈ ദ ബൈ, വേർ ഈസ് യുവർ ഫിയാൻസി? റാമിന്റെ ഡിപ്പാർട്ട്മെന്റിലാ. ഓ, സോ സാഡ്. ദേ, ഈ ഫയലൊക്കെ ഞാൻ ചെക്ക് ചെയ്തതാ. നീ ഒന്നുകൂടെ നോക്ക്, ഓരോന്ന് പഠിപ്പിച്ചു തരാം. ഓക്കേ. നീ നേരത്തെ വന്നു? ഇല്ല, 5 മിനിറ്റ് ആയതേ ഉള്ളൂ. വാ, ഇരിക്ക്. എന്താ കണ്ട് സംസാരിക്കണമെന്ന് പറഞ്ഞത്? അമ്മയ്ക്ക് വീണ്ടും വയ്യാതെ ആയായിരുന്നു. ഇപ്പം എങ്ങനെയുണ്ട്? ഇപ്പോൾ കുഴപ്പമില്ല. അമ്മയ്ക്ക് നിന്നെ കാണാൻ തോന്നുമെന്ന് പറഞ്ഞു. നിനക്ക് വരാൻ ടൈം ഉണ്ടെങ്കിൽ ഒന്ന് വരണം. നീ അമ്മയെ വന്ന് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിന്നെ ഞാൻ ശല്യപ്പെടുത്തില്ല. കോൾ ചെയ്യില്ല, മെസ്സേജ് ചെയ്യില്ല, നിന്നെ കാണാൻ കൂടി ഞാൻ വരില്ല. നീ ആവശ്യപ്പെട്ടതുപോലെ തന്നെ നിനക്ക് സമാധാനമായി ജീവിക്കാം. പിന്നെ സ്വത്ത് 2 മക്കൾക്ക് കൂടെ ഭാഗം വെച്ചു. എനിക്കൊന്നും വേണ്ടാത്തത് കൊണ്ടല്ല നിന്റെ പേരിലേക്ക് എഴുതി തന്നത്.
അതെനിക്ക് മാത്രം അർഹതപ്പെട്ടതല്ലല്ലോ നന്ദ. എനിക്കതിൽ നിന്നൊന്നും വേണ്ട. ഓൾറെഡി എല്ലാം എഴുതി വെച്ചു. അത് കൊണ്ടുപോയി കത്തിച്ചു കളയി. നിനക്ക് റാമിനെ ഇപ്പോഴും ഇഷ്ടമാണോ? ഹാ, റാമിനെ അല്ല, ഇഷ്ടമല്ല, സഹതാപമാണ്. അവൻ കടന്നുപോയ അവസ്ഥകളൊക്കെ ഓർത്ത്. റാമിന് നിന്നെ ഇപ്പോഴും ഇഷ്ടമാണെങ്കിലോ? അവന് നിന്നെ ഇപ്പോഴും ഇഷ്ടമാണ് നന്ദ. ഞങ്ങൾ പഴയതുപോലെ പരസ്പരം ഇഷ്ടപ്പെടണം എന്നാണ് എൻ്റെ ആഗ്രഹം. ആർ യു കിഡിങ് മീ? അവൻ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നുണ്ടെങ്കിൽ അത് എന്നെയായിരിക്കും. ഞാൻ മരിച്ചു കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അത് റാമാണ്. പിന്നെ എന്തിനാ റാം ഈ കഴിഞ്ഞ 3 കൊല്ലമായി നേരിൽ പോലെ നിന്റെ പുറകെ നടന്നത്? ഇഷ്ടമല്ലെങ്കിൽ എന്തിനാ റാം നീ പോകുന്ന എല്ലായിടത്തും വരുന്നത്? റാം കഴിഞ്ഞ 3 കൊല്ലമായി എൻ്റെ പുറകെ ഉണ്ടെന്നോ? അതെ. നീ ആ കാറ് കണ്ടോ? അത് റാമിൻ്റെയാ. നീ എവിടെ പോയാൽ ആ കാർ ഇതുപോലെ അടുത്തുണ്ടാകും. ഞാൻ കണ്ടതാ. അത് റാം തന്നെയാ. അത് റാമല്ല. റാം കഴിഞ്ഞ 3 കൊല്ലമായി അമേരിക്കയിലായിരുന്നു. നാട്ടിലേക്ക് വന്നിട്ട് കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ. അപ്പോൾ അതാരാ? നിനക്കുറപ്പാണോ അതാ കാറ് തന്നെയാണെന്ന്? യെസ്, ഐ എം ഷുവർ. നന്ദ, നീ അമ്മയെ കാണാൻ ഞാനൊന്ന് ആലോചിക്കട്ടെ, വരണോ വേണ്ടേ എന്ന്. പ്ലീസ്, പിന്നീട് നിന്നെ ഞാൻ ശല്യപ്പെടുത്തില്ല. ശ്രീ, നിനക്ക് റാമിനെ മറക്കാൻ കഴിയുമോ? കഴിയില്ല. കാരണം നീ എന്നേക്കാൾ കൂടുതൽ റാമിനെ സ്നേഹിച്ചിരുന്നു. പക്ഷെ ഇപ്പോഴല്ല. ശ്രീ, നീ എൻ്റെ മുഖത്ത് നോക്കി പറ. റാമിന് വേണ്ടി മരിക്കാൻ തയ്യാറായതല്ലേ നീ? അന്ന് പ്രായം എനിക്ക് 16 നന്ദ. പ്രായത്തിന്റെ പക്വതയില്ലായ്മ കൊണ്ട് സംഭവിച്ച തെറ്റ് അതിനി ഞാൻ ആവർത്തിക്കില്ല. റാമിനെ ഞാൻ വേണ്ടെന്ന് വെച്ചതാണ്. എവിടെയായിരുന്നാലും റാം ഹാപ്പി ആയിരുന്നാൽ മതി. നിന്റെ കൂടെയാണെങ്കിൽ റാം എപ്പോഴും ഹാപ്പി ആയിരിക്കും. ഒന്ന് പോടി. എക്സ്ക്യൂസ് മീ. സാറോ? ഹായ്, ഇയാളെന്താ ഇവിടെ? സാറെന്താ ഇവിടെ? എവിടെ എൻ്റെ ക്ലയൻറ്റ് വരുമെന്ന് പറഞ്ഞു. ക്ലയന്റോ? എവിടെയോ? 1 minute. ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. ശ്രീനന്ദ, വീട്ടിലേക്കാണോ? ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അപ്പോൾ ക്ലയന്റ് വരുമെന്ന് പറഞ്ഞതോ? ക്ലയൻറ്റാ വിളിച്ചത്. ഇന്ന് വരാൻ പറ്റില്ലെന്ന്. ഞാൻ ആ വഴിക്കാ പോകുന്നത്. ഡ്രോപ്പ് ചെയ്യാം, വാ കയറും. നീ ആ കാറ് കണ്ടോ? അത് റാമിൻ്റെയാ. നീ എവിടെ പോയാൽ ആ കാർ ഇതുപോലെ അടുത്തുണ്ടാകും. എൻ്റെ പൊന്നു മോളെ, കൂട്ടം ചേർന്ന് പോയാൽ പോലെ റേറ്റപ്റ്റഡ് നടക്കുന്ന നാടായത്. അപ്പോഴാണ് നീ ഒറ്റയ്ക്ക് വന്നിരിക്കുന്നത്. അതിനിപ്പോൾ ഇവിടെ ആരും ഇല്ലല്ലോ. ആര് പറഞ്ഞു ആരും ഇല്ലെന്ന്? അവിടെ ഒരു കാറ് കണ്ടോ നീ? അതിനാരും ഇരിപ്പുണ്ട്. നിന്റെ ഡയറക്ഷനിലേക്ക് തന്നെയാണ് നിൽക്കുന്നത്. മോളുടെ വീട് എവിടെയാ? അത് അമ്മേ, താരയുടെ കോളേജിൻ്റെ അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് മാറിയ. ഇവിടെ എന്താ പരിപാടി? ഇതിന്റെ മേളിൽ നിന്ന് എടുത്തു ചാടാൻ വല്ല പ്ലാനുണ്ടോ? ഇല്ല. സാറെന്താ ഇവിടെ? ഞാൻ കടല്, തണുത്ത കാറ്റ്. കാറ്റ് കാണാൻ ഇറങ്ങിയതാണോ? യെസ്. ഇവിടെ ഇരിക്കുന്നുണ്ടോ? ഇരിക്കും. ഇയാളെന്തേലും എപ്പോഴും ബീച്ചിലേക്ക് വരുന്നത്? അതെന്താ? അല്ല, വെള്ളം കണ്ടാൽ ചിലപ്പോൾ എടുത്ത് ചാടാൻ തോന്നിയാലോ. तेरू तेरे
എന്താ ആദ്യമായിട്ട് കാണുന്നത് പോലെ നോക്കുന്നത്? എന്നെ എന്തിനാ രക്ഷിച്ച്? വാട്ട്? എവിടെ നിന്ന് രക്ഷിച്ചെന്നാ? നത്തിങ്. താങ്ക്സ്. ശരിക്കും ആദി സാർ തന്നെ ആയിരിക്കുമോ? എങ്ങനെയാ ഒന്ന് കൺഫേം ആക്കുന്നത്? എന്താടി ആലോചിക്കുന്നത്? എനിക്ക് പട്ട് പിടിക്കുന്നതിൻ്റെ എന്തുവാ? എന്തിനാടി? കഴിഞ്ഞ 3 yearsആയിട്ട് എൻ്റെ കാടിനെ പോലെ തന്നെ ഒരാൾ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അതിപ്പോ ആരാ? ആദി സാറാണെന്ന് എനിക്ക് സംശയമുണ്ട്. എനിക്ക് അപ്പോഴേ തോന്നി ആദി സാറിന് എന്തോ ഉണ്ടെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ. ബട്ട് കൺഫേം അല്ല. എല്ലാം ആലോചിച്ച് നോക്കുമ്പോൾ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. എങ്ങനെ എന്തോന്ന് അറിയുന്നത്? വഴിയുണ്ടാക്കാം. ആലോചിച്ചിട്ട് വല്ല വഴിയും കിട്ടിയോ? ഇല്ല. ഇതെന്ന് നീ കംപ്ലീറ്റ് ആക്കണം. കുഞ്ഞ് എവിടെ? അവളെ ഞാൻ ഫയൽസ് നോക്കാൻ ഏൽപ്പിച്ചു. അവിടെ ഇരുന്ന് നോക്കുന്നുണ്ട്. ഹായ്.